സ്റ്റേ ഞങ്ങൾ കാണിച്ചു തരാം. ഇന്നലത്തെ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ റൂം ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ലൈവ് ചേച്ചിയോട് പറഞ്ഞു. ലൈവ് ചേച്ചി അപ്പോൾ തന്നെ വേഗം മാറ്റാനുള്ള ഒരു റോയൽ എൻഫീൽഡ് ഗരാജ് കണ്ടി. അവിടേക്കാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംഭവം എന്താണെന്ന് അറിയില്ല. എല്ലാവരും അപ്പോൾ നമ്മളിവിടെ പ്രോപ്പർ സൗണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു കൊണ്ട് കവർ ചെയ്യാൻ കുഴപ്പമില്ല, അത് പൊളിച്ചു. ഹലോ ഗായ്സ്, സോ ഗുഡ് മോർണിംഗ്. ഇപ്പം ഇത് നമ്മുടെ ഡേ 5 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ രണ്ടാമത്തെ കപ്പിൾസ് ഉണ്ട് പറഞ്ഞത്. ഹലോ ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മളധികം അങ്ങനെ വീഡിയോയിൽ വോയിസ് ഒന്നും ചെയ്തിട്ടില്ല, വീഡിയോ തന്നെ ചെയ്തിട്ടില്ല. നമ്മളധികം വെറുതെ ഹൈവേ കൂടെ വരുമ്പോൾ വീഡിയോ എടുക്കാൻ മാത്രമാണ് ചെയ്തത്. നല്ലൊരു സ്ട്രെച്ചായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ ഗോവയിലെത്തി. ഇന്നലത്തെ കാസർഗോഡ് നിന്ന് ഗോവയിലെത്തി. ഇന്നലെ രാത്രി എത്തി. ഞങ്ങളിവിടെ ബീച്ചൊക്കെ ഒന്ന് പോയി കണ്ട് ഭക്ഷണം കഴിച്ച് വന്ന് കടന്നുറങ്ങി. ഇപ്പോൾ ഇതാ ഞങ്ങളിതാ റൂമിലാണ്. ഇതാണ് ഞങ്ങളുടെ റൂം കിട്ടാം. ഇത് റൂം. പിന്നെ ഇവിടെ അങ്ങനെ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. നമ്മളെ ബാക്കി പയ്യന്മാരും ചെക്കന്മാരൊക്കെ അവിടെയുണ്ട്. നമ്മുടെ ടീംസ് അവിടെയുണ്ട്. പിന്നെ അതിലൊക്കെ നമ്മുടെ ടീംസ് ഉണ്ട്. നമ്മുടെ വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. തുണിയൊക്കെ അവിടെ ഉണങ്ങാട്ടുണ്ട്. ഇന്നാണിപ്പോൾ ഗോവയിൽ കുറച്ചൊന്ന് സൈറ്റ് സീയിങ് ഉണ്ട്. ഇങ്ങനത്തെ മാതിരി ഒറ്റയടിക്ക് വന്ന് വ്യത്യാസം പോണ പരിപാടിയല്ല. സൗണ്ട് പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. പിന്നെ ഇന്നലെ എന്താ വെച്ചാൽ ഇന്നലെ ആകെ കൊളായത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ വണ്ടി ആക്സിഡൻ്റായി. പിന്നെ അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് മുന്നിലായിരുന്നു. ബാക്കിൽ വരുന്ന സ്വീപ്പും ആൾക്കാരുമാണ് അത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ പിന്നെ മുന്നിലവിടെ റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നലെ ആ ചായ കുടിക്കാൻ കയറിയ ഒരു ഷോപ്പിൻ്റെ വീഡിയോ ഇട്ടില്ലേ, എന്താ പറയുക, കാർവാർ ബീച്ച്. അതിൻ്റെ അടുത്ത് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അവർ വണ്ടി ഇടിച്ചിട്ട് വണ്ടി പറ്റുപോയി. വണ്ടി നല്ല നാശമായി. വണ്ടി റിട്ടേൺ നാട്ടിലേക്ക് അയക്കാനുള്ള പരിപാടിയാണ്. പുള്ളി ഡ്രോപ്പ് ചെയ്യുന്നില്ല എന്നാണ് കേട്ടത്. പുള്ളി നമ്മുടെ ഒപ്പം വന്നിട്ട് ഒപ്പം ഒരാളുടെ ബൈക്കിലിരുന്ന് വന്നിട്ട് ശ്രീനഗർ എത്തിയിട്ട് അവിടുന്ന് ഒരു ബൈക്ക് റെൻറ്റിന് എടുക്കുക. അതാണ് ഇപ്പോൾ പുള്ളിയുടെ പരിപാടി. ആൾ പാവം അത്രയും താല്പര്യത്തോടു കൂടി വന്ന ആളാട്ടോ. ഇപ്പോൾ ആളുടെ തെറ്റുകൊണ്ടല്ല, ആൾ കറക്റ്റായിട്ട് ഓടിച്ച് പോകുമ്പോൾ ഒരു ലോക്കൽസിലെ ഒരാൾ ബൈക്ക് കൊണ്ട് നേരെ റോങ് സൈഡിൽ നിന്ന് നമ്മുടെ അവിടെയൊക്കെ ഈ കട്ട് റോഡ് ഉണ്ടാവില്ലേ, NH66 ആണത്. അതിൽ നേരെ കട്ട് റോഡിൽ നിന്ന് വന്ന് ചാടി വണ്ടി ഇടിച്ചു. ആൾക്ക് ചെറിയ പരിക്കുണ്ട്. വണ്ടി ഇടിച്ച ആൾക്ക്. നമ്മുടെ റൈഡർക്ക് ആ ഫുള്ള് റൈഡിങ് ഗിയേഴ്സിലാവുകൊണ്ട് അധികം പരിക്കില്ല. അതുകൊണ്ട് ചെറിയ മുറികളും കാര്യങ്ങളും ഉള്ളൂ. അതൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. വണ്ടി എന്തായാലും തിരിച്ച് നാട്ടിലേക്ക് അയക്കണം. പിന്നെ പുള്ളി നമ്മളൊപ്പം വരുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചു തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റഷും തിരക്കിൻ്റെ ഇടയിൽ ഇന്നലെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ മൊത്തമായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. പക്ഷെ നമ്മൾ ഇപ്പോഴൊക്കെ റണ്ണിങ്ങിലാണ്, ഭയങ്കര റഷ് റണ്ണിങ്ങിലാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്നും ലേറ്റായിട്ട് ഇറങ്ങുക, പിന്നെ ഇതേമാതിരി ഓരോ ഇൻസിഡൻറ്റ്, പിന്നെ റഷായിട്ട് എടുക്കുന്ന സ്ട്രെച്ച് മൊത്തം നല്ല റഷായിട്ട് സ്പീഡായിട്ട് എടുക്കണേ. സോ എന്നിട്ട് നമുക്കിന്ന് ഗോവ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അധികമല്ല, കുറച്ച്. ഗോവ നമുക്ക് ഈസിലി ആക്സസിബിൾ ആയതുകൊണ്ട് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഗോവ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ്. 8 മണിയാണ് ടൈം പറയുന്നത്. 8 മണി ഷാർപ്പ് കഴിച്ചിട്ട് നമ്മൾ ഇനി കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോവാണ്. സ്റ്റേ ഞങ്ങൾ കാണിച്ചു തരാം. ഇന്നലത്തെ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ റൂം ഭയങ്കര മോശമായിരുന്നു.
അപ്പോൾ തന്നെ നമ്മൾ ലൈവ് ചേച്ചിയോട് പറഞ്ഞു. ലൈവ് ചേച്ചി അപ്പോൾ തന്നെ വേഗം മാറ്റി തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ റൂം കേട്ടോ. അതാ ലാസ്റ്റ് സൈഡിലുണ്ടോ, അതാണ് നമ്മുടെ അടിപൊളി സ്റ്റേ ആക്കാം റൂം. നമുക്ക് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ പിള്ളേരുടെ റൂമും, അവിടെയാണ് അവരുടെ സ്റ്റേയും. ഗുഡ് ബൈ. ഹലോ 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 ഹലോ. ഇവിടെ ഉള്ള ഒരു റോയൽ എൻഫീൽഡ് ഗരാജ് കണ്ടി, അവിടേക്കാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംഭവം എന്താണെന്ന് അറിയില്ല, എല്ലാവരും എന്തായാലും പോയി കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഗാരേജ് കഫേ എത്തിയിട്ടാ. കുറേ വണ്ടികൾ, റോയൽ എൻഫീൽഡ് വണ്ടികൾ കുറേ കിടക്കുന്നുണ്ട്. പിന്നെ ഉള്ളിലോട്ട് കയറിയാൽ കുറച്ച് ക്ലാസി വണ്ടികൾ കിടക്കുന്നുണ്ട്. ഹൈ ഡു നോട്ട് സിറ്റ്. ആരാ വണ്ടിയാ? Golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. നമ്മളിവിടെ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും ഗോവൻ ഫിഷ് താലി കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ് ഇവരെല്ലാവരും. അപ്പോൾ ഗൈസ് എല്ലാവരും ആ ഫിഷ് താലി എൻജോയ് ചെയ്യണു. ഇവരൊക്കെ ഫിഷ് താലി എൻജോയ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഫിഷ് താലി? എങ്ങനെയുണ്ട് ബ്രോ? ഫിഷ് താലി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത് കഴിയാനായിരിക്കുന്നു. ഞാനിവിടെ വെജ് താലി ഓർഡർ ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കാൻ നിൽക്കുന്നത്. അവിടുത്തെ അവിടെ ഫിഷ് താലി കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണില്ല, ഇതാണ് കേട്ടോ അടൽ സേതു ബ്രിഡ്ജ്. അന്ന് രാത്രി ക്രോസ് ചെയ്തില്ല, ആ ബ്രിഡ്ജാണിത്. ഇതിപ്പോൾ നമുക്ക് പകല് ഇന്നിപ്പോൾ അതിൻ്റെ മേലെ കൂടെ കയറാൻ പറ്റില്ല, അന്ന് രാത്രി കയറാൻ പറ്റി. നമ്മൾ വണ്ടി ഓടിച്ച് പോണ ബ്രിഡ്ജാണ് ഓൾഡ് ബ്രിഡ്ജ്. അതായിരുന്നു ഈ NH വരുന്നതിന് മുന്നേ ഇവിടുത്തെ ബ്രിഡ്ജ് ഉണ്ടായിരുന്നത്, എല്ലാ വണ്ടിയും പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾഡ് ചർച്ച് ഗോവ അവിടെയാണുള്ളത്. ഹരിക്കുട്ടനും ടീമും എല്ലാവരും ഉണ്ട്. ഹരിക്കുട്ടൻ ഒരു ഇവിടുത്തെ നല്ല വെയിലാട്ടോ, വെയിലടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ നിർത്തി കൊടുത്തുനിന്ന് ഒരാളുടെ അടുത്ത് കച്ചറുണ്ടാക്കി പോകുന്നതാണ്. ആൾക്ക് ഇവിടെ എവിടെ നിർത്തിയാലും ആൾക്ക് പാർക്കിംഗ് ഫീസ് വേണം. വണ്ടിക്ക് 20 രൂപ വെച്ചിട്ട് ഇവിടെ എവിടെയും റോഡ് സൈഡിൽ നിർത്തിയാലും എവിടെ നിർത്തിയാലും അവർക്ക് പാർക്കിംഗ് ഫീസ് വേണം. അപ്പുറത്ത് കൊണ്ടുപോയി നിർത്തിയാലും. അപ്പോൾ പിന്നെ ഞങ്ങൾ ആൾ കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പോകുന്നു, തല്ലുകൂടിയോണ്ട്. പിന്നെ ആൾ വന്ന് ചോദിച്ചത് തന്നെ ഭയങ്കര ആരഗൻസ് ആയിട്ടുള്ള എന്താ പാർക്കിംഗ് തരാണ്ട് പോകാൻ നോക്കുകയാണോ അങ്ങനത്തെ ഒരു രീതിക്ക് ചോദിച്ചാൽ ആദ്യം തന്നെ. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ റെഡിയായില്ല, കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതാ ഇത് കണ്ടു കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. സത്യം പറഞ്ഞാൽ ഗോവയിൽ അതിന് മാത്രമൊന്നും ഇല്ല. ഗോവയിൽ അതിന് മാത്രമൊന്നും കാണാനില്ല. എന്താ വെള്ളമടിച്ച് കിറങ്ങി നടക്കാൻ ഒരു സ്ഥലം, അല്ലാണ്ട് ഗോവയിലൊരു തേങ്ങയില്ല. അങ്ങനെ കുറച്ച് ചർച്ച്, പിന്നെ ബീച്ച്, അതൊക്കെ നോർമലാണ്. എന്താ പറയുക, പ്രത്യേകിച്ചൊന്നും ഗോവയിൽ കാര്യമൊന്നുമില്ല. Never the same, never equal.
അങ്ങനെ നമ്മുടെ ഹരിക്കുട്ടൻ ഫോട്ടോഗ്രാഫർ ആയിരിക്കാണ് ഗൈസ്. അപ്പൊ നമ്മൾ കുറച്ച് മത്സരം കണ്ട് ഫോട്ടോ എടുത്തെടുത്ത് സംസാരിച്ച്. അപ്പൊ ഇനി ഇവിടുന്ന് ഇറങ്ങണ റൂമിക്ക് ഇനി ഇന്ന് അധികം കറക്കമൊന്നും ഇല്ലെന്ന് വെയ്യ. നാളെ ഏകദേശം ഒരു 540 കിലോമീറ്റർ വണ്ടി ഓടിക്കാനുള്ളതാണ്. അപ്പം ഇന്ന് റൂം പോവാൻ റെസ്റ്റ് എടുക്കുക എന്നുള്ള പരിപാടിയാണ്. നമ്മളൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ നിർത്തിയതാണ്. പക്ഷെ നിർത്തിയ സ്പോട്ട് ഉണ്ടല്ലോ, ഇതാണ് ഷോപ്പ്. അപ്പം ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാണ് വ്യൂ. അങ്ങനെ നമ്മുടെ ഡേ 3 ഇൻ ഗോവ, അങ്ങനെ ഡേ 3 ഇൻ ഗോവയല്ല, റൈഡിൻ്റെ ഡേ 3 ഇൻ ഗോവ അങ്ങനെ അവസാനിച്ചു. അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു, ഫുഡ് എക്സ്പ്ലോർ ചെയ്തു, പിന്നെ റെസ്റ്റ് എടുത്തു. ഡ്രസ്സൊക്കെ തിരുമ്പാനുള്ളത് 2 ദിവസത്തെ തിരുമ്പിട്ട് ഉണക്കിയെടുത്തു. അപ്പോൾ ഈ നാളെ ഇവിടുന്ന് നേരെ മഹാരാഷ്ട്ര, ഏകദേശം ഒരു 540 കിലോമീറ്റർ ഒറ്റുണ്ട്. എന്തായാലും ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പോൾ ബൈ ഡേ 3. മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഗൈസ്. സോ വെൽക്കം ബാക്ക് ടു ദ ലൈഫ് ഓഫ് മിസ്റ്റർ ലൈഫ് വ്ലോഗർ. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഗോവയിൽ നിന്ന് 4ാമത്തെ ദിവസം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ബൈക്കുകളൊക്കെ സെറ്റായിട്ടുണ്ട്. ഞങ്ങളിന്ന് നേരത്തെ തന്നെ എണീറ്റ് ലഗേജൊക്കെ സെറ്റ് ചെയ്ത് ചീത്തയൊക്കെ കണ്ടിരിക്കാൻ. 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ചീത്ത കിട്ടുകൊണ്ട് കണ്ട. വെയിറ്റ് അപ്പോൾ ഞാൻ ചീത്ത കേൾക്കുന്നു പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ടൈമിങ്ങിന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിലോമീറ്റർ കറക്റ്റ് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്ലാന് പ്രശ്നങ്ങളിലാവും. അതുകൊണ്ട് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് അവർ പറയണതിനാണ് ഞാൻ ഈ ചീത്ത പറയാന്ന് പറയണത്. രാവിലെ നിൽച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിങ്ങനെ ലേറ്റായി നമ്മൾ എത്തൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അത്രയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. നേരത്തെ വന്ന് റെഡി നിൽക്കാണ്ട, എല്ലാവരും ബൈക്ക് സെറ്റാക്കി. 540ഓളം കിലോമീറ്ററോളം സ്ട്രെച്ച് ചെയ്യാണ്ട്. സോ നമ്മൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഗാർഡ് സെക്ഷനും അങ്ങനെ ഇങ്ങനെയൊക്കെ കവർ ചെയ്യാണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിൽ വരികയെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നായിരിക്കും നമ്മൾ അങ്ങോട്ട് പോണതിൽ ഏറ്റവും കിലോമീറ്റർ കൂടിയ സ്ട്രെച്ച് വരിക. അപ്പോൾ നല്ലൊരു മോർണിംഗ്, അടിപൊളി മോർണിംഗ്. ഗോവയിൽ ഒരു ദിവസം നിന്ന ആ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര പീസ് ആൻഡ് കാംഫുള്ളായിരുന്നു. അധികം സ്ഥലങ്ങൾ ഓടി നടന്നിട്ടൊന്നുമില്ല. ഉള്ള സ്ഥലങ്ങൾ വൃത്തിക്ക് കണ്ടു, റെസ്റ്റ് എടുത്തു, എക്സ്പ്ലോർ ചെയ്തു. സോ അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ഇന്ന്. Golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire. കുറേ നേരം ഹൈവേ കൂടെ ഓടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നല്ലൊരു ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു ഘാട്ട് കൂടെ നല്ലൊരു സ്ട്രെച്ച് കിട്ടിയിട്ട് അടിപൊളി വൈബായിരുന്നു അത് കൂടെ ഓടിക്കാൻ. കണ്ടില്ല, നല്ല രസമുള്ള റോഡുകളും 2 സൈഡും മല തന്നെയാണ്. താമരശ്ശേരി ചുരത്തിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും അടിപൊളിയായിരുന്നു. പക്ഷേ നല്ലൊരു കോർണേഴ്സൊക്കെ അടിപൊളിയായിരുന്നു. ഈ വളമൊന്നും നമുക്ക് പണി കിട്ടിയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ബാക്കിൽ വന്ന ബൈക്കേഴ്സ് അവർ പിന്നുള്ളവരെ ശ്രദ്ധിച്ചില്ല. സോ എന്താ ഉണ്ടായിച്ചാൽ അവർ നേരെ പോയി, ഞങ്ങൾ ഇതിലെടുക്കുകയും ചെയ്തു. ഇതാണെന്ന് വെച്ചാൽ ഒരു ഉള്ള ഏരിയയും. നമ്മളങ്ങനെ പോയിട്ട് കുറച്ച് ദൂരം പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് തിരിച്ചു പോയി അവരെ കൂട്ടിയിട്ടോ പിന്നെ റൈഡ് ചെയ്തത്.
അമ്പലി ഗാഡ്സിലാണ്. ഇവിടെ മേലെ ഒരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് ശരിക്കും. പക്ഷെ ഇപ്പം നമ്മൾ വന്നത് ഡ്രൈ ടൈമിലായതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ വാട്ടർഫാൾസ് ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ശരിക്കും ഇവിടെ ഒരു വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പ്രോപ്പർ സൗണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെരടി വേന വരിക. ഈ ഓൾറെഡി MT ഹെൽമെറ്റ്സ് നല്ല വെയിറ്റാണ്. അതിൻ്റെ ഒപ്പം ഈ അഡാപ്റ്ററിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ കേസിൻ്റെ ഒക്കെ ഉലാൻസിൻ്റെ കേസിൻ്റെ ഒക്കെ വെയിറ്റ് വരുമ്പോൾ എനിക്ക് പെരടി കുറേ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ പെയിൻ വരിക. ഈ മോട്ടോ വ്ളോഗർമാരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഈ കുന്തൊക്കെ വെച്ചിട്ട് വ്ളോഗ് ചെയ്ത് നടക്കണ്ടേ. അതും എത്ര നേരം വെച്ചിട്ട് വ്ളോഗ് ചെയ്തിട്ട് അങ്ങനെ. മാത്രമല്ല ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഊരിയേക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും നേരം ഞാൻ അവിടെയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ ആ ഘാട്ടെന്നൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പ്രോപ്പർ വോയിസ് കിട്ടിയിട്ടുണ്ടാവില്ല, സോറി. അപ്പം ഇനി മുതൽ ഞാൻ പ്രോപ്പറായിട്ട് വോയിസിൽ വീഡിയോ ഇടാൻ ശ്രമിക്കാം. എത്ര കണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ദൂരേക്കും. കാരണം ഓവറായിട്ട് പെയിൻ വന്ന യാത്ര കൊള്ളാവും. അതുകൊണ്ട് പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ദൂരേക്കും. വ്യൂ ആണേ. അതായത് ഇപ്പോൾ വെറും ഗാർഡ് സെക്ഷൻ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി നമ്മൾ നേരെ കയറാൻ പോകുന്നത് ഒരു 3 വരി പാത, നാഷണൽ ഹൈവേ ലെവൽ റോഡിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കൂടി ഇച്ചിരി കൂടി സ്പീഡിൽ ക്രൂസ് ചെയ്ത് ഒന്നും കൂടി കിലോമീറ്റർ നമുക്ക് ഇനി ഒരുപാട് 100-400 കിലോമീറ്ററിന് മേലെ നമുക്ക് ഇനി കവർ ചെയ്യാണ്ട്. 420 കിലോമീറ്റർ എങ്ങാണ്ട് ഇനി നമുക്ക് കവർ ചെയ്യാണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഭയങ്കര ലാഗാണ്. പിന്നെ കൂട്ടത്തിൽ പല CC ബൈക്കുകൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം ക്രൂസ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് ബൈക്കിന് നല്ല സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റും വെച്ചിട്ട് നമ്മളങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കിലുള്ളവർ ഒറ്റപ്പെട്ടു പോകും. സോ നമ്മളിപ്പോൾ ചെയ്യണത് എല്ലാവരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് ക്രൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ലീഡ് പോകുന്നുണ്ട്, അതിൻ്റെ പിന്നിലൊരു വണ്ടിയുണ്ട്, അതിൻ്റെ പിന്നിലാണ് ഞാൻ. എൻ്റെ പിന്നിലൊരു വണ്ടിയുണ്ട്, ബഡ്ഡി സിസ്റ്റ ഫോളോ ചെയ്യുന്നത്. പിന്നിലുള്ള വണ്ടി നമ്മുടെ കണ്ണാടിയിൽ കാണുന്നിടത്തോളം കാലം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാം. എപ്പോൾ കണ്ണാടിയിൽ നിന്ന് കാണാണ്ടാവണം അപ്പോൾ നമ്മൾ വണ്ടി നിർത്തണം. ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. ഒരു ടോൾ ഗേറ്റ് മുന്നിൽ വരുന്നുണ്ട്. നമ്മൾ NH-ലേക്ക് കയറണമെന്നൊരു ഡൗട്ടുണ്ട്. NH-ലേക്ക് കയറുകയാണെങ്കിൽ പൊളിച്ചു. അല്ല, ഇത് പോകുമ്പോഴുള്ള ഈ ഒരു വ്യൂ തന്നെ വേറെ വൈവാട്ടോ. എത്ര വണ്ടികളാണ് നോക്കി നോക്കും. ഇപ്പോൾ ആ ടേൺ എടുക്കുന്നുണ്ട്, എത്ര വണ്ടികൾ എടുക്കുന്നുണ്ട്. ഫുള്ള് വണ്ടികളും ലഗേജും. അതിൻ്റെ ബ്യൂട്ടി ഒന്ന് വേറെയാണ്. 17 വണ്ടികളുണ്ട്. 18 ഉണ്ടായിരുന്നു. ഒരു വണ്ടി തട്ടിയിട്ട് ആ വണ്ടി റിട്ടേൺ നാട്ടിലേക്ക് അയച്ചു. 17 വണ്ടികളുണ്ട് ഇപ്പോൾ. പക്ഷേ വണ്ടി തട്ടിയെങ്കിലും ആക്സിഡൻ്റ് ആയെങ്കിലും പുള്ളി റൈഡ് നിർത്തിയിട്ടില്ല കേട്ടോ. പുള്ളി വേറെ ഒപ്പമുള്ള ഒരാളുടെ ബാക്കിൽ കയറിയിട്ട് റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചിട്ട് വരുന്നുണ്ട്. പുള്ളി ഇനിയിപ്പോൾ കയ്യിന് ചെറിയൊരു പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രീനഗറൊക്കെ എത്തിയിട്ട് പുള്ളീൻ്റെ കൈ ഓക്കെ ആണെങ്കിൽ അവിടെ നിന്നൊരു ബൈക്ക് റെൻ്റൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അടുപ്പത് ആ ഹിമാലയൻ്റെ ബാക്കിലുണ്ട് ഒരു വൈറ്റ് ഹെൽമെറ്റ്. പക്ഷേ റൈഡിങ് ഗിയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, റൈഡിങ് ഗിയേഴ്സ് ഉണ്ടായതുകൊണ്ട് ഒന്നും പറ്റിയില്ല അധികം. ജസ്റ്റ് ചെറിയൊരു മുറി കാലിൽ തൊരി ചെറുതായിട്ട് പോയ പോലത്തെ ഒരു മുറി അല്ലാണ്ട് വേറെ ഒന്നും പറ്റിയിട്ടില്ല. റൈഡിങ് ഗിയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതെന്തോന്നിത്? അമ്പലമല്ല, BJPൻ്റെ അമ്പലം അങ്ങനെ എന്തോ ആണ്. അത് സ്റ്റാച്ചു അടി. ഇന്ന് നമുക്ക് അധികം ഒന്നും ഇങ്ങനത്തെ റഷ് ഹൈവേ കിട്ടിയിട്ടില്ല കേട്ടോ. ഫുള്ള് ഇങ്ങനത്തെ വിജനമായ വഴികളധികവും. അങ്ങനെ ഞങ്ങൾ നേരെ ഹൈവേ കയറി. കുറച്ച് ദൂരം പോയപ്പോഴേക്കും നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടോ. Bring me into golden sunlight. If I'm going with you, I know we'll get to the other side. സംഭവം എന്താ അറിയില്ല, ഇടയ്ക്ക് മൈക്ക് റെക്കോർഡാവുന്നില്ല. ഇടയ്ക്ക് വെറും ഒരു മൂളക്ക മാത്രമേ ആവുന്നുള്ളൂ, മൈക്ക് റെക്കോർഡാവുന്നില്ല. എന്താ സംഭവം അറിയില്ല. എന്തായാലും ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് നോക്കി നോക്കാം. ഇടയ്ക്ക് മൈക്കിനൊരു കടിയുണ്ട്. ഇടയ്ക്ക് കുറേ വീഡിയോ ഇങ്ങനെ
പറഞ്ഞിട്ട് എടുത്തിരുന്ന്, പക്ഷെ അതൊന്നും ക്ലിയർ ആയില്ല. ഒരു നോയ്സാണ് മൊത്തം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. എവിടെ ചില പമ്പിലൊന്നും പെട്രോൾ ഇല്ല. പോയി കഴിഞ്ഞാൽ ഡീസൽ മാത്രമേ ഉള്ളൂ, പെട്രോൾ ഇല്ല എന്നാണ് പറയണേ. എനിക്കിപ്പോൾ അതല്ല, ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സൗണ്ട് സേവ് ആവുന്നുണ്ടെന്ന് ആർക്കറിയാം. ഞാൻ നേരത്തെ അത്രയും നേരം പറഞ്ഞതൊക്കെ വെറുതെ കഥകളി കണ്ട മാതിരിയായി, ഒന്നും സേവ് ആയിട്ടില്ല. കഴിച്ചിറങ്ങിട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു 260 കിലോമീറ്ററും കൂടി നമുക്ക് ഇനി പോവാണ്ട്. ഇപ്പോൾ കുറച്ച് പേര് അവിടെ പിന്നിലാണ്. ഞങ്ങളിതപ്പം ഇങ്ങനെ ക്രൂസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. ആ ഒരു എന്താ പറയുക, ഗാഡ്സിൻ്റെ ഭംഗിയുണ്ടല്ലോ, അത് കാണാൻ ഇവിടെ തന്നെ വരണം മക്കളെ. വ്യൂ, ഒടുക്കത്ത വ്യൂ, കീടിലം വ്യൂ, ഒന്നും പറയാല്ല. കുറേ നേരം റഷ് കൂടെ ഓടിച്ചിട്ട് ഇപ്പോഴാണ് നല്ലൊരു റോഡ് കിട്ടണത്. അയ്യോ വെയ്യട്ടോ, ഭയങ്കര ക്രൂഷ്യൽ ഡേ ആയിപ്പോയി. ചൂടടിച്ചിട്ടും ക്ഷീണിച്ചിട്ടും ഒരുപാട് ദൂരമുണ്ട് കവർ ചെയ്യാൻ. അത്യാവശ്യം നല്ല സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. ടണലാണ് ഗൈസ്, ടണൽ. നമ്മൾ മഹാരാഷ്ട്ര കയറിയിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന ആദ്യത്തെ ടണലാണ്. ഓയ് ഓ ഓ ഓ ഓ വാ 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 വാ, അത് പൊളിച്ചു. എന്റെ മോനെ എന്നാ വ്യൂവാ. നമ്മൾ പോണത് എമ്മാരി ഹൈറ്റിലറിയോ, ഒരു ഫ്ലൈ ഓവറാണ്, അതിന്റെ മേലെ കൂടിയാണ് പോണത്. ഇനി ഏകദേശം 115 കിലോമീറ്ററോളം ഇനിയുണ്ട് റൈഡ് ചെയ്യാൻ. ശരിക്ക് ക്ഷീണിച്ചിട്ടുണ്ടെന്ന്, വെയിലും എല്ലാം കൂടിയായിട്ട് എല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. അപ്പോൾ ഈ എങ്ങനെയെങ്കിലും ഇതാണെന്ന് വെച്ചാൽ ചെറിയ നാട്ടുപ്രദേശത്തുള്ള റോഡാണ്, മെല്ലെ പോകാൻ പറ്റത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഈ സ്ട്രെച്ച് ഒന്ന് എടുത്ത് കിട്ടി റൂമിൽ എത്തിയ രക്ഷപ്പെട്ട്. ഹലോ ഗായ്സ്, സോ ഗുഡ് മോർണിംഗ്. ഇപ്പം ഇത് നമ്മുടെ ഡേ 5 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ വന്ന് കിടക്കാൻ ലേറ്റായാലും രാവിലെ നേരത്തെ തന്നെ എണീറ്റ് എല്ലാവരും റെഡിയായി. 7 മണിക്ക് ഇറങ്ങാൻ പാകത്തിന് എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും സെറ്റായി നിൽക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ഏകദേശം ഒരു 150 സംതിങ് ആണ് വണ്ടി ഓടാനുള്ളത്. സോ ഒന്ന് റണ്ണിങ് കമ്മിയാണ്, സൈറ്റ് സീയിങ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എല്ലാവരും സെറ്റാണ്. എല്ലാവരും വണ്ടിയൊക്കെ പാക്ക് ചെയ്തു. ഞങ്ങൾ വണ്ടി പാക്ക് ചെയ്തു. ചെയിൻ ലൂബ് കുറച്ച് കമ്മിയുണ്ട്, എന്നാലും ഒന്ന് ഞാൻ ലൂബ് അടിച്ചു. ലൂബ് കമ്മിയുണ്ട്, ഇനി ലൂബ് എവിടെ നിർത്തും പഠിക്കണം. ഇന്നലെ വന്നിട്ട് പിന്നെ ഒന്നും പറയാനുള്ളൊരു എന്താ പറയുക, ജീവൻ ഉണ്ടായില്ല. വന്നപ്പോഴേക്കും റൂമിലെത്തിയപ്പോഴേക്കും പിന്നെ ആകെ ടയേർഡായി, ഒറ്റ കടത്തായിരുന്നു പോയിട്ട്. പിന്നൊന്നും പറയാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വേറെ റൂം പോയി കുളിച്ച് കടന്ന്, അത്രേ ഓർമ്മയുള്ളൂ. ഉറങ്ങിയതുപോലെ ഓർമ്മയില്ല ഇന്നലെ. അപ്പം എന്തായാലും നമുക്കിന്ന് ഡേ 5 കാണാം. ഇന്ന് നമ്മൾ നേരെ ഇവിടുന്ന് ഡേ 5 നമ്മൾ പോണത് നാസിക്കിലേക്കാണ്. സോറി, ഡേ 5 നമ്മൾ നാസിക്കിലേക്കല്ല പോകണം. ഇപ്പം ഡേ 5 നമ്മൾ യെല്ലോറ കേവ്സിൻ്റെ അടുത്തുള്ള ഒരു റൂമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ അവിടെ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് യെല്ലോറ കേവ്സും ദേവഗിരി ഒക്കെ കണ്ടിട്ട് നമ്മൾ നാളെ രാവിലെയാണ് ഇവിടുന്ന് നാസിക്കിലോട്ട് തിരിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ നല്ല ഫ്രഷായിട്ട് നമ്മുടെ ഡേ 5 നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇന്ന് നമുക്ക് കാണാനുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെല്ലോറ കേവ്സും പിന്നെ ദേവഗിരി ഫോർട്ട്, അങ്ങനെ എന്തൊക്കെയോ 2 സാധനങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ യെല്ലോറ കേവ്സ് അടിപൊളി സ്ഥലമാണ്. യെല്ലോറ കേവ്സ് അടിപൊളി സ്ഥലമാണ് കാണാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് റൂമിൽ പോവുക, സാധനങ്ങൾ അവിടെ വെക്കുക, നേരെ പോവുക, യെല്ലോറ കേവ്സും കാര്യങ്ങളൊക്കെ കാണുക, തിരിച്ച് പോവുക. അതാണ് ഇപ്പോൾ ഇന്നത്തെ പ്ലാൻ. എന്നിട്ട് റൂമിൽ വന്നിട്ട് 5 മണിക്കൊക്കെ റൂമിൽ എത്തിയിട്ട് 6 മണിക്ക് എത്തിയിട്ട് റെസ്റ്റ് എടുക്കുക. ഫുഡ് റെസ്റ്റ്. നാളെ രാവിലെ
നാസിക്. അതാണ് ഇപ്പോൾ ഇന്നത്തെ പ്ലാന്. എല്ലാവരും രാവിലെ ഏർലി മോർണിംഗ് ആണ്, ഒരു 2 മണിക്കൂറാണ് നമ്മുടെ ജമ്മ് എന്ന് പറയാം. കാരണം അത്യാവശ്യം പറഞ്ഞല്ലോ നല്ല കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ദൂരം കമ്മിയാണ്, 150 കിലോമീറ്റർ ഉള്ളൂ. സ്റ്റിൽ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അറിയാൻ പാടില്ല, നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വിശപ്പിൽ ഇറങ്ങണത്. വണ്ടിയിൽ സർവീസ് റിമൈൻഡർ റീസെറ്റ് ചെയ്യണം. അത് ഷോറൂമിൽ കൊടുത്തിട്ട് അവന്മാരത് ചെയ്തിട്ടില്ല. സർവീസ് റിമൈൻഡർ റീസെറ്റ് ചെയ്യണം. ബാക്കി സർവീസും കാര്യങ്ങളൊക്കെ അമൃത്സറിൽ എത്തിയിട്ടാണ്. അതുവരെ സർവീസും കാര്യങ്ങളൊന്നുമില്ല. ഈ ഭാഗത്തൊക്കെ ലോറികളും അതുപോലെ തന്നെ ട്രാക്ടറൊക്കെ ആണ് വേറെ വൈബാ. കണ്ടാ മല്ലു സിംഗ് സിനിമയത്തെ ലോറീൻ്റെ മാതിരിയുള്ള ലോറിയാണ്. ഇവർ നോർമലി ട്രാവൽ ചെയ്യണതും ട്രാക്ടറിലാണ്. ചോളത്തിൻ്റെ നോക്ക്, നോർമലി ഇവർ ട്രാവൽ ചെയ്യണതും ട്രാക്ടറിലാണ്. ഇവിടുത്തെ എന്താ പറയുക, വൺ ഓഫ് ദ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ട്രാക്ടർ. ഇവിടുത്തെ ബസ്സൊക്കെ പിന്നെ പറയാനുണ്ട്. ബസ്സൊക്കെ തുരുമ്പൊടിച്ച് പണ്ടാണെങ്കിൽ പാട്ടപ്പൊളിയായ വണ്ടികളാണ്. ഇവിടെ രണ്ടാമത്തെ കപ്പിൾസ് ഉണ്ട് പറഞ്ഞത്. അവർ സ്റ്റാൻഡേർഡ് 350 അവർ ഇക്കിയും താത്തയാണ്. അവർക്ക് 2 മക്കളൊക്കെ ഉണ്ട്. മക്കളൊക്കെ വീട്ടിൽ നിർത്തി അങ്ങനെ വേണം ഗൈസ്. നമ്മൾ കുട്ടികളെ അയച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പാടില്ല. അവർ മക്കളെ ചെറുപ്പം മുതലേ കുപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒപ്പം നിർത്തി ശീലിച്ചിട്ട് അവരിപ്പോൾ മക്കളെ അവിടെ നിർത്തിയിട്ട് അവർ പോകുന്നു റൈഡിന്. അതാണ് നൈസ് പരിപാടി. അങ്ങനെ ചെയ്യണം എല്ലാവരും. മക്കളെ അയച്ചിട്ട് നമ്മളെ ലിമിറ്റ് ചെയ്യരുത് മൊത്തത്തിൽ. ഇവിടെ വന്ന് ഒരു ബന്ധുവില്ലാണ്ട് അവിടെ വന്ന് പൂത്തുക്കുക വല്ല കാര്യമുണ്ടോ? കണക്കൊന്നയാണ് പോലും കണിക്കൊന്ന. 10-20 കിലോമീറ്റർ പോകുന്നപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടോ. ഒരു ഘാട്ട് റോഡാണ്. റോഡ് മോശമാണ്, വൃത്തിയായിട്ട റോഡാണ്. നാഷണൽ ഹൈവേ ഒക്കെയാണ്, പക്ഷേ ഫുള്ള് കുണ്ടും കുഴിയും ആകെ അലമ്പൊക്കെ ആയിട്ട് ആകെ സ്വീപ്പ് റോഡാണ്. പാച്ച് വർക്കാണ് ഫുള്ള്. അപ്പോൾ മെല്ലെ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞങ്ങളിതാ റൈറ്റ് സൈഡിൽ ഒരു ധാബ സെറ്റപ്പ് അവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയേക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ കിട്ടിയ ഗ്യാപ്പിൽ പോയിരുന്ന് ഊഞ്ഞാലാടുക. റൈഡിങ് കേസൊക്കെ ഇട്ടിരുന്ന് ഊഞ്ഞാലാടുന്നു. ഇതെന്ത് യക്ഷീകരണമായിട്ടുള്ള സൗണ്ട് ഇങ്ങിട്ടാ. ഇതാണ് മഹാരാഷ്ട്രത്തെ വ്യൂസ് വേണം. ഇന്നലെ നമ്മൾ രാത്രി ആയതുകൊണ്ട് നമുക്കധികം എൻജോയ് ചെയ്യാനും കാണാനും പറ്റില്ല. ഇന്നലെ രാത്രി വന്ന വഴി കിടുക്കാച്ച് വഴിയായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് മൊത്തത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. നല്ല ടയേർഡും പിന്നെ നല്ല ഇരുട്ടായതുകൊണ്ട് ഒന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഇന്നലെ ഓടിയ റൈഡ് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ റൈഡ് ഒന്നുമല്ല. കാരണം ഇന്നലത്തെ ക്ഷീണം പറഞ്ഞാൽ അമ്മൊരു ക്ഷീണമാണ്. രാവിലെ 7:30 ഇങ്ങോട്ട് തുടങ്ങിയിട്ടേ രാത്രി 11 മണിക്ക് നമ്മൾ റൂമിലെത്തണത്. അതുവരെ ഭയങ്കര ക്ഷീണമായിരുന്നു. ഇന്നിപ്പോൾ പിന്നെ അത്രയ്ക്കൊന്നും ഉണ്ടാവും തോന്നണില്ല. വണ്ടിയിൽ 4 കട്ട എണ്ണ ഉള്ളൂ. എവിടെയെങ്കിലും പമ്പ് കിട്ടുമ്പോൾ കയറി അടിക്കണമെന്ന് ആലോചിക്കണം. അതെ ഗ്ലാസ് ഓപ്പണാ. ഇവിടെ ഫുള്ള് ബംസാണ്. റോഡ് ഇപ്പോൾ നന്നായിട്ടുണ്ട്. ഇത്ര നേരം മോശം റോഡായിരുന്നു. പക്ഷെ അതാ ഫുള്ള് കണ്ടില്ല, അങ്ങനത്തെ ഹംസാണ് ഫുള്ള്. കൈ കൊടുത്ത് പോകാൻ പറ്റില്ല. എപ്പോഴും ഈ ഹമ്പ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഒരു കട്ട് റോഡ് ഉണ്ടോ അപ്പോൾ ഒരു ഹമ്പ് വന്നിരിക്കും. പിന്നെ ഇതേപോലത്തെ ഓരോ കാറുകാരും അവനുണ്ടോ ലെഫ്റ്റിൽ ഒരു തേങ്ങയില്ല. അവൻ വെറുതെ മരവാഴ വെറുതെ റേറ്റ് കണക്കും. ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാലും ഒരു കാര്യമില്ലെങ്കിൽ അവർ റേറ്റ് കണക്കും. നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ അപ്പം അവർ റേറ്റ് കൊടുക്കും. ഒരു പ്രതികാര മനോഭാവമാണ് മൊത്തത്തിൽ. പിന്നെ ഇതേമാതിരി ചവിട്ടിൽ ഫോൺ വെച്ചിട്ട് കണ്ടില്ലേ, ഒരുത്തം പോലും മര്യാദയ്ക്ക് വണ്ടി ഓടിക്കില്ല. ഇവിടെ ഒക്കാലമ്പായിട്ട് വണ്ടി ഓടിക്കുള്ളൂ. ഇപ്പൊ കൂട്ടുന്നാരും മിസ്സായിട്ടില്ല. അപ്പൊ കറക്റ്റായിട്ടാണ് പോണ്. ഇങ്ങനെ പോകാന്ന് വെച്ചാൽ സുഖമാണ്. മറ്റേത് നമ്മൾ കൂട്ടുന്ന ഒരാൾ മിസ്സാകുമ്പോൾ കുറേ ദൂരം പോകും നമ്മൾ. എന്നിട്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 1/2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഇന്നലെ അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം ഫോണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വെച്ച കടയിൽ മറന്നു വെച്ച് അതെടുക്കാൻ പോയി. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ രാത്രി റൂമിലെത്താൻ ലേറ്റ് ആവും. റൂമിലെത്താൻ ലേറ്റ് ആകുമ്പോൾ നമ്മൾ ക്ഷീണം കൂടും, ടയേർഡാവും.
ഉറക്കം പ്രോപ്പറല്ല. എൻ്റെ ഇപ്പം തന്നെ ഇന്നലെ ഞങ്ങൾ ആകെ 5 മണിക്കൂറാണ് ശരിക്കും ഉറങ്ങിയിരുന്നത്. പിന്നെ 7 മണിക്ക് സ്റ്റാർട്ട് പറഞ്ഞു. സോ 6 മണിക്ക് എണീറ്റു, ഒന്ന് ഫ്രഷായി, ബാഗൊക്കെ സെറ്റ് ചെയ്തു, വണ്ടി ഒന്ന് നോക്കി, വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ചു. അപ്പോൾ വണ്ടിക്കൊരു സർവീസ് റിമൈൻഡർ കിടക്കുന്നുണ്ട്. അതിനിപ്പോൾ അമൃത്സറിലെത്തിയിട്ട് ഇനി സർവീസ് ചെയ്യുള്ളൂ. പക്ഷെ അതൊന്ന് റിമൈൻഡർ ഒന്ന് ഞെക്കി കളയണം എന്ന്. The view of Maharashtra. എന്താ വ്യൂ! ഓ, ആ റോഡും ആ മലയും ഒരു രക്ഷയില്ലാത്ത കോംബോ. എല്ലാവരും അത്യാവശ്യം നല്ല പാക്കലാട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലോറ കേവ്സിൻ്റെ അടുത്തെത്താൻ. ഇവിടെ നിറച്ച് ഇങ്ങനത്തെ ഓരോ ഫോർട്ടുകൾ തന്നെയാണ്. കണ്ടില്ല, അവിടെ എന്തോ അമ്പലം പോലെ എന്തോ കാണാണ്ട് ഒരു വലിയ മലേൻ്റെ മേലെ. ഇവിടെ മൊത്തം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ എല്ലോറ കേവ്സിൻ്റെ അടുത്തായിട്ടാണ് റൂം എടുത്തിട്ടുള്ളത്. ഇതെന്താ ചതിക്കുഴി! ഞങ്ങളങ്ങനെ പരന്ന് കിടക്കാണ്ടില്ലേ, എൻ്റെ മോനെ തീരണില്ല. അവിടെ അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താ ഭംഗി! പക്ഷെ ഡ്രൈ ലാൻഡ് ആട്ടോ. ഡ്രൈ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ ചൂട്, ഹീറ്റ് വേവ് അങ്ങേ തല ഹീറ്റാണ്. ഭയങ്കര ചൂടാ. ദൂരത്തിലേതോ ക്യാമറ കിട്ടണമെന്ന് അറിയില്ല, ദൂരത്തിലേതോ ഫോർട്ട് കാണാണ്ടിട്ടാ. ഇത് ഏത് ഫോർട്ടാണാവും? നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണേ. ലോണ്ടേ അതിൻ്റെ മുകളിലൊക്കെ എന്നാ സ്ഥലം! പക്ഷെ ഈ നട്ടപ്പൊരി വലുതൊക്കെ മേലെ പോയുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ചൂടടിച്ച ചാവും. ഒന്നാമത്തെ പാറ, അതിൻ്റെ ഒപ്പം ചൂടും കൂടി ആയാലേ. ഇവിടെ പിന്നെ ആരും ഹെൽമെറ്റ് വെക്കൂല, ആ പ്രശ്നമല്ല. ഹെൽമെറ്റ് വർക്ക് ഭയങ്കര അലർജിയാ തോന്നുന്നുണ്ട്. തീരെ വെക്കൂല ഹെൽമെറ്റ്. ഹെൽമെറ്റ് വെച്ച് നമ്മളെ കാണുമ്പോൾ ഇവർക്ക് വല്ല അത്ഭുത ജീവികളെ കാണുന്ന മാതിരി നോക്കുക ഇവരെല്ലാവരും. ഇവരെന്ത് ഇതൊക്കെ ഇതെന്ത് ജീവികളാണെന്നുള്ള രീതിക്കാണ് നോക്കുക. പക്ഷെ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ സ്പീഡിനൊട്ടും കമ്മിയില്ല കേട്ടോ, പോക്കിനൊട്ടും കുറവില്ല. ദേവഗിരി ഫോട്ടോ, ഓ ഐ സി, അതാണ് തോന്നുന്നുണ്ട് ഗൈസ് ദേവഗിരി ഫോട്ടോ. അത് അത്യാവശ്യം നല്ലോണം കയറാണ്ടത്. റോഡിന് പോണതൊരു കൂടാരത്തിൻ്റെ ഒക്കെ അടിയിൽ കൂടെയാണ്. ഇതുകൊണ്ടില്ലേ, ഫോർട്ട് വ്യൂ റിസോർട്ട്, വെൽക്കം ടു. എവിടെയാണ് ഇപ്പം നമ്മുടെ റൂം? നമ്മളിനി ഗാർഡ് സെക്ഷനാണ്. എഗെയിൻ ഗാർഡ്സ്. ചുരം കയറുക ഇറങ്ങുക.